നമസ്കാരം. ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിട്ട് അമേരിക്കൻ കോൺഗ്രസിൽ ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. ചൈനയുടെയും റഷ്യയുടെയും മേഖലയുള്ള സ്വാധീനം വർദ്ധിക്കുന്നു എന്ന ഒരു ആശങ്കയെ തുടർന്നാണ് അമേരിക്ക ഇത്തരത്തിലുള്ളൊരു നടപടിയെടുക്കുവാൻ മുന്നോട്ട് വരുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അടുത്ത നാളുകളിൽ ചൈനയും റഷ്യയും മേഖലയിൽ അവരുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നൊരു വിവരമാണ് ഇത്തരത്തിലൊരു ഒരു മുന്നേറ്റത്തിലേക്ക് അമേരിക്ക ഒരു ശ്രമം നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മേഖലയിൽ അമേരിക്കയുടെ ഒരു ശക്തമായ സാന്നിധ്യം ആവശ്യമാണ് എന്ന വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ 2 നൂറ്റാണ്ട് കാലമായിട്ട് അമേരിക്കയിലെ മൺട്രോ ഡോക്ട്രിൻ നിലനിൽക്കുന്നു. അതായത് വടക്കൻ അമേരിക്കയിലും തെക്കൻ അമേരിക്കയെയും കേന്ദ്രീകരിച്ചുകൊണ്ട് യൂറോപ്യൻ ശക്തികളുടെ ഒരു നീക്കത്തെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു മൺട്രോ ഡോക്ട്രിൻ അവതരിപ്പിക്കപ്പെടുന്നത്. 1823 ഡിസംബർ 2 കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് 7ാമത്തെ വാർഷിക സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിനിടെ പ്രസിഡന്റ് ജെയിംസ് മൺട്രോ ആദ്യമായിട്ട് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അതായത് ഈ മേഖലയിൽ നിന്ന് സ്പാനിഷ് കോളനികൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമായിരുന്നു അത്. അത്തരത്തിലൊരു പുതിയ ലോകവും പുതിയ ആശയവും എന്ന രീതിയിലാണ് മൺട്രോ ഡോക്ട്രിൻ അവതരിപ്പിക്കപ്പെട്ടത്. പ്രധാനമായിട്ടും യൂറോപ്യൻ ശക്തികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു വിടുക എന്നതായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു സ്വാധീനം അമേരിക്കയിൽ നിന്ന് ചോർന്നു പോയോ എന്ന ആശങ്കയാണ് ഇത്തരത്തിൽ വെനസ്വേലയ്ക്ക് നേരെയൊക്കെയുള്ള ഒരു ആക്രമണത്തിലേക്ക് രാജ്യം മുതിർന്നത് തന്നെ. അതായത് വെനസ്വേലയെ മാത്രമല്ല അമേരിക്ക ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അടുത്ത ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗ്രീൻലാൻഡ് ഒരു രാജ്യമല്ല, ഒരു സ്വതന്ത്ര രാജ്യമല്ല. എന്നാൽ ഡെൻമാർക്കിന് അവിടെ ഒരു വലിയ സ്വാധീന ശക്തിയുണ്ട്. ദീർഘനാളായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഡെൻമാർക്ക് ആ മേഖലയെ ഭരിക്കുന്നത്. അവിടെ ഒരു പ്രാദേശിക ഭരണകൂടമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഈ മേഖലയിൽ സ്വാധീനം വർദ്ധിച്ചു എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നുണ്ട്. ഗ്രീൻലാൻഡ് മാത്രമല്ല, ഇനി അമേരിക്ക ക്യൂബയിലേക്കും ഗ്വാട്ടിമാലയിലേക്കും കൊളംബിയയിലേക്കും ഒക്കെയുള്ള ആക്രമണങ്ങൾ നടത്തും എന്നുള്ളൊരു സൂചനയും നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. അമേരിക്ക പറയുന്ന ഒരു നയം കൊളംബിയയിലേക്കും ഗോട്ടിമാലയിലേക്കും മെക്സിക്കോയിലേക്കും ഒക്കെ ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക എടുക്കുന്ന ഒരു നയം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഈ പ്രദേശങ്ങളിലൊക്കെയും ഗവൺമെൻറ് എല്ലാം പരാജയപ്പെട്ടു. അവിടെ നിന്ന് മയക്കുമരുന്നുകൾ വളരെ വ്യാപകമായിട്ട് തന്നെ അമേരിക്കയിൽ എത്തുന്നു എന്നും അത് അമേരിക്കയുടെ ഒരു സുരക്ഷിതത്വത്തിനും പൗരന്മാരുടെ ഒരു ആരോഗ്യത്തിനും വലിയ ഹാനികരമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് വർഷാവർഷം അമേരിക്ക ഈ ലഹരി മരുന്നുകളുടെ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരുന്നത്. അത്തരത്തിൽ വളരെ ഒരു സുരക്ഷ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഈ മേഖലകളിലൊക്കെ ഈ അമേരിക്ക ആക്രമണം നടത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ അമേരിക്കയുടെ ഒരു അപ്രമാദിത്വം മേഖലയിൽ ഒഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു വാസ്തവം. അതായത് ഡോളർ പല രാജ്യങ്ങളിലും അവരുടെ വിനിമയത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇപ്പോൾ പെട്രോളിയം വാങ്ങുന്നതിന് ഡോളർ നൽകുന്ന ഒരു രീതിയിൽ നിന്ന് പലരും അവരുടെ കറൻസിയിൽ തന്നെ വ്യാപാരം നടത്തുന്നതിന്, വിനിമയം നടത്തുന്നതിന് ആയിട്ടാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ റഷ്യയുമായിട്ടുള്ളൊരു വ്യാപാരത്തിന് റൂബിളാണ് ഉപയോഗിക്കുന്നത്. ഇറാനിൽ ഇത് രൂപയാണ്, ഇപ്പോൾ ഇന്ത്യൻ രൂപയിലാണ് വിനിമയം നടത്തുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രാദേശികമായിട്ടുള്ള ഓരോ രാജ്യങ്ങളുടെയും കറൻസിയിൽ വിനിമയം നടത്തുവാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ ഡോളറിൻ്റെ ഒരു വലിയ ശക്തി, സ്വാധീനം ലോകത്തിൽ കുറഞ്ഞു വരുന്നു. ഇത് അമേരിക്കയെ വളരെ സാരമായി ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അമേരിക്ക തിരിച്ചറിയുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അമേരിക്ക പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു ആക്രമണങ്ങൾ നടത്തുന്നത്. അതായത് ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ്. അതായത് എന്ത് സംഭവിച്ചാലും അമേരിക്ക പുറം ലോകത്തെ പ്രശ്നങ്ങളിൽ ഇടപെടില്ല എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ഈ സമീപനത്തിൽ കാര്യമായൊരു വ്യതിയാനമാണ് ഒരു 2ാം ഘട്ടത്തിൽ ട്രംപ് കൊണ്ടുവന്നത്. ട്രംപ് ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു നായകനാകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ അടുത്ത് അത് വലിയ ചിലവൊന്നും ആകുന്നില്ല. അമേരിക്കയ്ക്ക് സ്വതന്ത്രമായ രീതിയിലുള്ള
ട്രേഡ് റൂട്ടുകൾ വേണം, അവിടുത്തെ ഒരു നാച്ചുറൽ മിനറൽസുകൾ അമേരിക്കയ്ക്ക് വേണം, ഗ്രീൻലാൻഡിൻ്റെ നാച്ചുറൽ മിനറൽസുകൾ അമേരിക്കയ്ക്ക് വേണം. പ്രസിഡന്റ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബിൽ അതാണ് ഈ ബില്ല് അവതരിപ്പിച്ച കോൺഗ്രസ് അംഗമായ റാൻഡി ഫൈൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സ്വാധീനം വർദ്ധിക്കുന്നത് അമേരിക്കയ്ക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു ശ്രമം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്ത് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. സ്വാമിയേ